പിന്നെ അപ്പോൾ പിന്നെ പൂര ഉത്സവം എത്ര ദിവസം? ഒറ്റ ദിവസത്തെയാണ്? 7 ദിവസം. ഒരു ദിവസം കഴിയും. ഒരു ദിവസം തിടമ്പ് നിർത്തുന്നുണ്ട് ഇവിടെ? എത്ര? ഇരട്ട തിടമ്പ്? ഒറ്റ തിടമ്പ്. ആരാ ചെയ്യാറ്? നമ്മളെ പയ്യന്നൂരിലെ അവരാണോ ചെയ്യുന്നത്? ആ അതെ, ദേവനൃത്തന്മാരെന്നാ പറയാ അതിന്. ദേവനൃത്തന്മാരെന്ന്, നർത്തകന്മാരെന്നാ പറയാത്. അപ്പോൾ അത് അവർ ചവിട്ടി ഇവിടെയുള്ള ജ്യേഷ്ഠകളെ മൊത്തം പുറത്ത് കളഞ്ഞ് ഭഗവതി ഇവിടെ ഇതാവുന്നതാണ്. ഒരു ദിവസം പിന്നെ പൂരം കുളി 7 ദിവസത്തെ പൂരം കുളി. ഒരു ദിവസം പിന്നെ വെടിക്കോട്ട എന്ന് പറഞ്ഞിട്ട് ഒരു വെടിക്കോട്ട പുറത്തുണ്ട് അല്ലേ? രാത്രി 12 മണിയോടുകൂടി ഒരു മണിയോടുകൂടി തിരിച്ചു. അവിടെ തിടമ്പ് നിർത്തവും തായമ്പകയും എല്ലാം ഉണ്ട് അല്ലേ? പിന്നെ ഈ ഉത്സവ സമയത്ത് വേറെന്താ ഇവിടെ ഉള്ളത്? പൂരക്കളിയുണ്ട്. ഈ ഉത്സവത്തിന് വരവറിയിച്ചുകൊണ്ട് ഒരു മാസം മുമ്പ് ഇവിടുന്ന് കളിവളക്കം കൊണ്ട് പോകും പിന്നെ കളരിയിലേക്ക്. ഒരു മാസത്തെ പരിശീലനത്തിന് ശേഷം കൊടിയേറ്റ ദിവസം തിരിച്ച് അവരെത്തിയതിനു ശേഷമാണ് കൊടിയേറ്റം നടത്തുന്നത്. പിന്നെ തിരുവാതിരക്കളി ഉണ്ടോ? ഇല്ല അല്ലേ? പിന്നെ അതുപോലെ തന്നെ പിന്നെ അന്നദാനം ഉണ്ടോ ഇവിടെ? ഈ 7 ദിവസവും അന്നദാനം ഉണ്ടാവും. പിന്നെ അല്ലാത്ത സമയത്ത് എല്ലാ മാസവും പിന്നെ ആദ്യത്തെ ഞായറാഴ്ച അന്നദാനം നടത്തുമായിരുന്നു പുനഃപ്രതിഷ്ഠയ്ക്ക് ശേഷം. ഇപ്പൊ അത് മുടങ്ങാതെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കൊറോണക്ക് ശേഷം അത് പിന്നെ ആവശ്യം ഒരാൾ പ്രാർത്ഥിച്ചതിന്. എങ്ങനെ ദേവി ഇവിടെ എങ്ങനെ എത്തി എന്ന് പറയപ്പെടുന്നത്? നമ്മൾ സാധാരണ സ്വാമീശ്വരിനെ പറ്റി പറഞ്ഞത് കടൽ കടന്നു പോന്നു എന്നാ പറയാം അല്ലേ? ദേവി കടൽ കിടന്ന ദേവി വന്ന് ദേവി അത് ഒരു കുലത്തിന്റെ ആചാരമാണ്. അത് മരക്കള ദേവ, അത് മാടായിക്കവലമ്മ. അപ്പോ ഞങ്ങൾ നായന്മാർ ദേവതയാണ്. വംശം കൂടി സ്വീകരിച്ച് ഇത് ബ്രാഹ്മണന്മാരെ ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ? ബ്രഹ്മജ്ഞാനമുള്ളവരാണ് ബ്രാഹ്മണൻ എന്ന് പറയും. ആദിപരാശക്തി. അത് സോമേശ്വരി എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണല്ലോ. സോമേശ്വരി ശരിക്കും നോർത്ത് ഇന്ത്യയിലുണ്ട്. അമ്മേനെ പറ്റി ഒരു സ്ഥലത്തെ പറ്റി പറയുന്നുണ്ട്. പക്ഷെ ശരിക്കും പറയുന്നത് വെച്ചാൽ കാശിയിൽ നിന്ന് വന്നു എന്നാ പറയുക. കാശി കൈലാസം, അവിടുന്ന് ചെറുന്ന് വന്നു, ചെറുന്ന് അങ്ങനെ ഓരോ ഭാഗങ്ങളായിട്ട് പോയി എന്നാണ് പറയപ്പെടുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട്, എണ്ണം പറയാൻ കഴിയില്ലെന്നാ പറയാം ഇല്ലേ? അങ്ങനെയാണല്ലോ നമ്മളെ പിന്നെ പുഴാതി, കണ്ണൂര് പുഴാതി ശ്രീ സോമേശ്വരി ക്ഷേത്രം അങ്ങനെ തന്നെയല്ലേ പറയപ്പെടുന്നത്? സബ്ബാണ്. അതെ, ഇവിടെ 5 സോമേശ്വരി ക്ഷേത്രം ഉണ്ട് അല്ലേ ഈ വിദേശത്ത് തന്നെ? അത് എവിടെയല്ല വരുന്നത്? പടപ്പേങ്ങാട് ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾസിൽ പടപ്പേങ്ങാട് പ്രധാനപ്പെട്ടത്. പടപ്പേങ്ങാട് കഴിഞ്ഞ പൂമംഗലം, പിന്നെ കുറ്റിയേരി അല്ലേ? പിന്നെ പുഴാതി, പിന്നെ കണ്ടങ്കാളി. അതെവിടെ വരുമോ? കണ്ടങ്കാളി പയ്യന്നൂര്. കണ്ടങ്കാളി. ഇങ്ങനെ 5 സ്ഥലങ്ങളിലാണ് ഇതുള്ളത് അല്ലേ? ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഇത് നെരിയൂട്ട് സ്വരൂപം എന്നാ പറയാ. അതെ പറയുന്നത് മുമ്പ് ഞാൻ കേട്ടിട്ടുള്ള, മുമ്പ് കേട്ടില്ല വെച്ചാൽ നരിയും എന്തോ ഒരു കഥ കേട്ടിട്ടുണ്ട്. നരിയും ഇങ്ങനെ ദേവി, നരിയും ജലം അങ്ങനെ എന്തോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങ് അവിടുത്തെ സോമേശ്വരി ക്ഷേത്രത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് നാടുവാഴികൾ ചെറുക്കക്കോവിലത്തെ ചെറുക്കക്കോവിലത്തെ തമ്പുരാൻ, വലിയ തമ്പുരാനുള്ള സമയത്ത് രവീന്ദ്രരാജവർമ്മ അദ്ദേഹമുള്ള സമയത്ത് നാം ഇത് പറഞ്ഞിട്ടായിരുന്നു. അദ്ദേഹത്തിന് ഇത്ര 40 എത്രയോ ക്ഷേത്രം അല്ല, എത്ര 30 അല്ല എത്രയോ ക്ഷേത്രങ്ങളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ക്ഷേത്രങ്ങൾ ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാം റെഡിയായി നിന്ന സമയമാണ് അവിടെ അദ്ദേഹത്തിൻ്റെ സമാധി അവസ്ഥ എത്തിപ്പോയത്. കാരണം അവിടെ ചാമുണ്ടിക്കോട്ടത്തിലെ ഉത്സവം എത്രയോ കൊല്ലത്തിന് ശേഷമാണ് അവിടെ ചെയ്യാൻ വേണ്ടി പോയത്. അപ്പോൾ അത് ചെയ്യാനായിട്ട് ഞാൻ എല്ലാം തയ്യാറായി വയനാട്ടിൽ നിന്ന് വന്ന് നിന്നു, എല്ലാം റെഡിയായി നിന്നതാണ്. പക്ഷെ സാധിച്ചില്ല, എന്ത് ചെയ്യാനാ. പിന്നെ അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സുരേഷ് വർമ്മ അറിയാലോ അല്ലേ? അപ്പം പിന്നെ അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ച് എല്ലാം റെഡിയാക്കി വെച്ചതാണ്. ഇനിയിപ്പോൾ ബാക്കിയുള്ള ക്ഷേത്രങ്ങളൊക്കെ പോകുമ്പോൾ ഒത്തിരി ക്ഷേത്രങ്ങളുണ്ട്. അപ്പം ഒരു വകയെല്ലാം ചെയ്തിട്ടുണ്ട്. ഞാനിപ്പം കുറ്റ്യാട്ടൂരിലുള്ള അവരെ ഒരു 2-3 ക്ഷേത്രങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം ശിവക്ഷേത്രം, പിന്നെ വേറെ ദേവീക്ഷേത്രം, ഇങ്ങനെ കുറച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പം ബാക്കി ഇതാ ഇപ്പോൾ സോമേശ്വരിയിലെത്തി. പിന്നെ അവർ തന്നെയാണ് ഇപ്പോൾ ഇവിടെ വരിക. ഇപ്പം അവിടെ ദേവസ്ഥാനം ഏറ്റെടുത്തിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് അല്ലേ? അപ്പുറമുള്ള പുഴാതികളിലെ അല്ലേ? ഇത് മലബാർ ദേവസ്വം ബോർഡിന് കീഴിൽ തന്നെ വരുന്നത് അല്ലേ? ചെറുക്കക്കോവിലും ആ ബോർഡിന്റെ കീഴിൽ തന്നെയല്ലേ ചെറുക്കക്കോവിലും വരുന്നത് അല്ലേ? HRNC കീഴിൽ. അത് വേറെ തന്നെ ഒരു ദേവസ്വം അല്ലേ അത് അല്ലേ?
പിന്നെ അതുപോലെ തന്നെ എനിക്ക് അറിയേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ പ്രതിഷ്ഠ ചെയ്ത ആൾ ആരാണ്? അത് പറയാം. പ്രതിഷ്ഠ ചെയ്ത് അത് പറഞ്ഞു. പ്രതിഷ്ഠ ചെയ്തത് അത് ഞാൻ 8-ാം നൂറ്റാണ്ട് ബ്രാഹ്മണന്മാർ 400 വർഷം. അതിനുശേഷം 12-ാം നൂറ്റാണ്ടിലാണ് പ്രതിഷ്ഠ ചെയ്യപ്പെടുന്നത്. അത് ശതസോമൻ. അപ്പോൾ ആ സമയത്താണ് നമ്മുടെ തളിപ്പറമ്പ് ക്ഷേത്രത്തിന് ശേഷം ശതസോമൻ, മാന്ധാതാവ്, മുഴുകുന്ന ഇങ്ങനെ 3 ഋഷീശ്വരന്മാരാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയെന്ന് പറയപ്പെടുന്നു. ഐതിഹ്യം. അപ്പോൾ ഒരു ദിവസം അവർ 3 പേരും ഒത്ത സ്ഥലമുണ്ട്. മൂവൊക്കെപ്പാറ എന്നാ പറയുക. മൂവൊക്കെപ്പാറ അല്ലേ? വരുന്ന വഴിക്ക് മൂവൊക്കെപ്പാറ എന്നാ പറയാ അല്ലേ? 3 പേര് ഒത്തുചേർന്ന് മൂവൊക്കെപ്പാറ. അവിടെ ഒരു കുളവും ഇതുണ്ട് അല്ലേ? അവർക്കൊരു ബോധോദയം ഉണ്ടായത്രേ. ഇവിടെ മറഞ്ഞു കളിക്കുന്ന ദേവി സാന്നിധ്യമുണ്ട്, അതിൽ ഉണർത്തണം എന്നില്ല. അത് അല്ല, ഇതിപ്പോൾ അത് തന്നെയാണല്ലോ ഓഡിയോ കിടക്കുന്ന നമ്മളിവിടെ വരേണ്ട ആവശ്യമില്ലല്ലോ. ഒരു കാരണവശാലും ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ യാദൃശ്യമാര് ദേവി ഉന്തി കൊണ്ടുവന്ന് ഇവിടെ നിർത്തിയത് മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ അങ്ങനെ വെളിപാട് അവർക്കുണ്ടായി. വെളിപാട് ഉണ്ടായ സമയത്ത് അവർക്ക് അങ്ങനെ 3 പേർ ഒത്തുകൂടി പ്രതിഷ്ഠ വേണ്ടി വന്നു. പ്രതിഷ്ഠ തലേ ദിവസം അവർ ഇവിടെ എത്തിയത്. അപ്പോൾ ഇവിടെ അവിടെ മേൽഭാഗത്ത് എത്തിയത് ഇപ്പം കാണുന്ന പൂരക്കട. അപ്പോൾ അവർക്ക് സന്ധ്യാവന്ദനത്തിന് വേണ്ടിയിട്ട് വെള്ളമൊന്നും ഉണ്ടായിട്ടില്ല. ഒരു ചെറിയ ഒരു നീര് ഉറവില്ല. അത് അവർ കാലിൻ്റെ മടമ്പ് ഇങ്ങനെ പിടിക്കുക കേട്ടോ. മിക്കപ്പോൾ വെള്ളം കുതിച്ച് ചാടി തടാകം പോലെ വന്നു. സന്ധ്യാവന്ദനം അവർ നടത്തി. ദിവസം രാവിലെ വന്നിട്ടാണ് അവർ പ്രതിഷ്ഠ നടത്തുന്നത് അവിടെ. അപ്പോൾ ആ സമയത്ത് ഇവിടുത്തെ കുറച്ച് ലോക്കലായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അവരുടെ പറഞ്ഞ പ്രതിഷ്ഠ നടത്തി. പേരിട്ടിട്ടില്ല, പേരിടാണ്ട് പ്രതിഷ്ഠ നടത്തി. അപ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട്. ഇല്ലിയും മുള്ളിയും പെറുക്കുന്ന പെണ്ണുങ്ങളുണ്ട്. ഇല്ലിയും മുള്ളിയും പെറുക്കുന്ന പെണ്ണുങ്ങളെ ഞാൻ വരുമ്പം പിന്നെ പുല്ലരി ചെയ്യുന്ന പെണ്ണുങ്ങളെ കണ്ടത്. ഇല്ലിയും മുള്ളിയും പെറുക്കുന്ന പെണ്ണുങ്ങളെ നിങ്ങൾ ഇങ്ങോട്ട് പോവാ, നിങ്ങൾ ഇത് തൊടണ്ട, വിഗ്രഹം തൊടണ്ട, ചുറ്റും അടിച്ചു വാരി വൃത്തിയാക്കോ. നിങ്ങൾ ആണ് എന്ന് വെച്ച് ആരാധന നടത്തിക്കോ, പെണ്ണ് എന്ന് വെച്ച് നിങ്ങൾ പൂര വിളക്ക് നടത്തിക്കൊന്ന് പറഞ്ഞത്. പേരിട്ടിട്ടില്ല. ഓക്കെ. അതെ. ഇത് 12-ാം നൂറ്റാണ്ട്. വീട് 400 വർഷം കഴിഞ്ഞു. 400 വർഷം കഴിഞ്ഞു. അതിനുശേഷം പോത്തേരെ എഴുത്തച്ഛൻ, അദ്ദേഹം ശരിക്കും പയ്യന്നൂർക്കാരനാണ്. അദ്ദേഹത്തിന് വിവാഹം കഴിച്ചു ഇവിടെ കുവേരിയിലാണ്. ഈ സ്ഥലത്തിന്റെ പേര് ശരിക്കും പഴപ്പേങ്ങാട് അല്ലേ? പടപ്പടയങ്ങാട്. അദ്ദേഹം ഇവിടെ വന്നു. അദ്ദേഹം ശിഷ്യനായ എഴുത്തച്ഛനാണ്. അതായത് രാമായണ എഴുത്തച്ഛന്റെ സമകാലികൻ അദ്ദേഹം. എഴുത്തച്ഛൻ പിന്നെ ഇവിടെ വന്നിട്ടില്ലേ നമ്മളെ അല്ലേ? ചെർക്കൽ കോവിലത്തിന്റെ അവിടെ അല്ലേ? രാമ എഴുത്തച്ഛൻ വന്നിട്ടുണ്ട്. അതെ. അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മതിലകത്ത് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അല്ലേ? അവിടെ വന്നു എന്ന് പറയപ്പെടുന്നു. അതെ, അവിടെ അദ്ദേഹത്തിൻ്റെ വന്നതിൻ്റെ എന്തെല്ലോ സംഗതികളെല്ലാം അവിടെ ഉണ്ട്. അതും ചെറുക്കക്കോലത്തിൻ്റെ കീഴിൽ തന്നെയാണ് വരുന്നത്. എന്നിട്ട് പിന്നെ ബാക്കി എന്നിട്ട് അപ്പോൾ 16-ാം നൂറ്റാണ്ടിലെ സമകാലം. അപ്പോൾ അതിന് ശിഷ്യഗണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം ഇത് ജ്യോതിഷം കൂടിയാണ്. അപ്പോൾ പേരില്ല, നിമിത്തങ്ങൾ നോക്കിയപ്പോൾ ഇത് സ്ത്രീ ചൈതന്യമാണെന്ന് അദ്ദേഹം പണ്ടത്തെ അദ്ദേഹം പേരെടുക്കുന്നത് സോമേശ്വരി. അപ്പോൾ അദ്ദേഹത്തിന് പ്രതിധ്വനി ഇതുവരെ പേര് വിളിക്കാത്ത പേര് വിളിച്ചില്ലേ, എനിക്ക് ഞാൻ നൂലില്ലാത്ത മാല തരുന്നു എന്ന് പറഞ്ഞിട്ട്, നൂലില്ലാത്ത മാലയാണെങ്കിൽ ഞാൻ അത് കത്തി കൊണ്ട് അറക്കും എന്ന് പറഞ്ഞിട്ട് അന്ന് വിളിപ്പുള്ളൂ. അപ്പോൾ ആ സമയത്ത് അതാ പ്രതിഷ്ഠ അങ്ങനെയാണ് ഉണ്ടായത് അല്ലേ? എന്നിട്ട് അദ്ദേഹം അപ്പോൾ ഇവിടെ പുറത്തേക്ക് വരുമ്പം കണ്ഠമാല ഉണ്ടായിരുന്നു. കണ്ഠമാല ആയിട്ട് പോകുന്നു. അപ്പോൾ ശിഷ്യന്മാർ പിന്നെ ചപ്പാൽപ്പെടുന്ന അവിടെ പുഴയ്ക്ക് ചാടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വടക്കൻ ഐതിഹ്യമാണ്. ചെറിയ പുസ്തകമുണ്ട് വടക്കൻ ഐതിഹ്യമാല. 1-ാം ഭാഗമുണ്ട്, 2-ാം ഭാഗമുണ്ട്. ഐതിഹ്യമാല അല്ലെ? വടക്കൻ ഐതിഹ്യമാലയിൽ 1-ാം ഭാഗവും 2-ാം ഭാഗവും ഉണ്ട്. രണ്ട് ഭാഗമുണ്ട്. ആ വടക്കൻ ഐതിഹ്യമാല 1-ാം ഭാഗത്തിന്റെ ആദ്യത്തെ ലേഖനം ഈ സംഗതിയെ പറ്റിയാണ് പറയുന്നത്. എഡിറ്റ് ചെയ്തതാണ് അല്ലേ? പിന്നെ അതുപോലെ തന്നെ ഇവിടെ പിന്നെ ശാസ്താവ് എങ്ങനെ പിന്നീട് വന്നതാണോ അല്ല ആദ്യം? അതിനു മുമ്പ് തന്നെ മനഃശാസ്ത്രം. അതെ. 8-ാം നൂറ്റാണ്ടിന് മുമ്പ് ഈ ഭാഗത്തുള്ള ജൈനന്മാർക്കും ബുദ്ധമതക്കാർക്കും. പക്ഷേ എനിക്ക് ഇവിടെ വന്നപ്പോൾ എനിക്ക് ഫീൽ ചെയ്തെന്ന് വെച്ചാൽ ഒരു കാട് പ്രദേശം, പിന്നെ ഒരു അരുവികൾ ഒഴുകിപ്പോകുന്ന ഒരു പ്രദേശമായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അതായത് വെള്ളം അടിയിലെ കൂടി ഉറവ് പോകുന്ന ഒരു സ്ഥലത്തെയാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് ഇവിടെ വന്നപ്പോൾ. പിന്നെ അതുപോലെ തന്നെ ജൈനമതക്കാരും അതുപോലെ പിന്നെ
ബുദ്ധമതക്കാരുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഭൂമിയായിട്ട് തോന്നി. അപ്പോൾ അതുമായിട്ടൊന്നും കൊണ്ടോ ഇവിടെ അങ്ങനെയൊന്നും കൊണ്ടോ? അങ്ങനെ നമ്മളെ കേട്ടിട്ടില്ല. അങ്ങനെയൊന്നും കൊണ്ടോ? ഈ ജൈനമതക്കാരും ബുദ്ധമതക്കാരായിട്ടൊരു ബന്ധം, ഒരു സാമീപ്യം അനുഭവപ്പെട്ടു, അതുകൊണ്ട് ചോദിച്ചതാണ്. മഠങ്ങളുണ്ടായിരുന്നു. മഠങ്ങൾ അവിടെ വടക്കേവണമെന്നൊക്കെ പറയുന്ന ആ സമയത്ത് ഒരു സ്ഥലത്ത് ബ്രാഹ്മണന്മാർ വരുന്നതിന് മുമ്പ് മുഴുവൻ ബുദ്ധമതക്കാരായിരുന്നു പറയപ്പെടുന്നത് അല്ലേ? പള്ളികൾ പിന്നീടൊക്കെ അത് നശിച്ച് നാരായണക്കാലത്തിൽ പോയി പറഞ്ഞു. അതെ, അങ്ങനെ പേര് വെക്കാൻ നമുക്ക് പാലി ഭാഷ പള്ളി എന്നല്ലേ. എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യുന്നു? ഞാൻ ആദ്യം ഇന്ത്യൻ നേവി ആയിരുന്നു കുറെ. ഓ, സന്തോഷം. 10-12 വർഷം. മനുഷ്യൻ ഞാൻ ആഫ്രിക്കയായിരുന്നു. ആഫ്രിക്ക ലോകം കറങ്ങി പിടിച്ചു. ഇന്റർനാഷണൽ ഡിസാസ്റ്റർ റിലീഫ് ഓർഗനൈസേഷൻ്റെ ഒരു ഓഫീസറായിരുന്നു. പിന്നെ കഴിഞ്ഞ 30 വർഷം പഠിച്ച ഇവിടെ തന്നെയാണ്. അമ്മയുടെ സേവകനായിട്ട് ഇങ്ങനെ അമ്മയുടെ പാദചരണങ്ങളിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇപ്പുറം നമ്മള് പിന്നെ ഭഗവതിയെ കണ്ടു. അത് ആലോട്ട് ഭഗവതി. അത് ഭദ്രകാളി സ്വരൂപിണിയാണ്. അതായത് കരിങ്കാളി എന്ന് പറയാം അല്ലേ? അല്ലേ, നമ്മള് കരിഞ്ചാമ്പടി എന്ന് പറയുന്നില്ലേ, അത് തന്നെയാണോ? പുറത്ത് വേറെ തന്നെയുണ്ട്. ഇത് ശരിക്കും മാവിലന്മാർ കേട്ടിട്ട് അവരുടെ ആരാധനാമൂർത്തിയാണ് ഇത് അല്ലേ? മാവിലന്മാർ മാവിലന്മാർ ഇടുന്നുള്ള വരാറുണ്ട്. ഉണ്ട് അല്ലേ? മാവിലന്മാർ അങ്ങനെയാണ് പറയപ്പെടുന്നത്. അങ്ങനെ. അപ്പം ശരിക്കും ഇതിന്റെ കാലപ്പഴക്കം എത്ര വരുന്നത്? കാലപ്പഴക്കം കോഴിക്കോട് 21-ാം നൂറ്റാണ്ടായില്ലേ, ഒരു 1200 വർഷത്തിന് മേലെ ഉണ്ടാവും അല്ലേ? അപ്പോൾ ജനങ്ങൾ ഇവിടെ വരാനുള്ള ഒരു മാർഗം വഴിയൊന്ന് പറഞ്ഞു തന്നാൽ വലിയ ഉപകാരമായിരുന്നു. അതായത് കണ്ണൂരിൽ നിന്ന് വരുന്നതാണെങ്കിൽ എങ്ങനെയാണ് വരേണ്ടത് ഇവിടുത്തേക്ക്? തളിപ്പുറം വരുവാ. തളിപ്പുറം ആലക്കോട് റോഡ് മടക്കാട് ഇങ്ങോട്ട് വരാനുള്ള വഴിയുണ്ട്, എളുപ്പ വഴിയുണ്ട് അല്ലേ? ഇനി വാഹനം കൊണ്ട് വരുന്നതാണെങ്കിലോ മടക്കാട് പടപ്പേങ്ങട്ടം അമ്പലം. ഒരു ട്രെയിൻ വരെ ദൂരത്തു നിന്നെല്ലാം വരുന്ന കൂട്ടാണെങ്കിൽ കണ്ണൂർ ഇറങ്ങുക. അത് അല്ലെങ്കിൽ ഇവിടെ നമുക്ക് പഴയങ്ങാടി കിട്ടുമോ? പഴയങ്ങാടി അല്ല, അങ്ങനെ വരാൻ കഴിയില്ല. പഴയങ്ങാടി ഇവിടുന്ന് നമ്മുടെ തളിപ്പുറം എത്ര കിലോമീറ്റർ ഉണ്ടാവും? 12 കിലോമീറ്റർ. 12 കിലോമീറ്റർ വരും അല്ലേ? ചപ്പാരപ്പടവ് ഇത് വരുന്നത് അല്ലേ? ചപ്പാരപ്പടവ് പഞ്ചായത്തിലെ വരുന്നത്. അപ്പോൾ എന്താ നമ്മളിപ്പം ചപ്പാരപ്പടവ് പിന്നെ 26 മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ടില്ല, ആ പോയ വഴിയാണ് ഇതും വരുന്നത്. നിങ്ങൾക്ക് 26 പിന്നെ മഹാവിഷ്ണുവിൻ്റെ അടുത്ത് പോകുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിതാ സോമേശ്വരിയും കൂടി നിങ്ങൾക്ക് കണ്ടിട്ട് പോവാം. പക്ഷെ മുൻകൂട്ടി വിളിച്ച് പറയണം. ഇവിടെ എന്ന് വെച്ചാൽ ഉൾഗ്രാമമായതുകൊണ്ട് ഒരു 9 മണിയാകുമ്പോൾ ചിലപ്പോൾ പൂട്ടിക്കളയും. നമ്മൾ കണ്ണൂരിലെ മറ്റുള്ള വലിയ വലിയ ക്ഷേത്രത്തിൽ കാണുന്ന പോലെ ഉച്ച വരെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നാട്ടുകാരും കുറച്ച് ജനങ്ങൾ മാത്രമേ ഇവിടെ വന്ന് ചേരാറുള്ളൂ. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കാണേണ്ട പ്രദേശമാണ്, കാണേണ്ട സ്ഥലമാണ്, അതീവ പോസിറ്റീവായ സ്ഥലമാണ്. ഇതുപോലുള്ള ക്ഷേത്രങ്ങൾ എത്തിപ്പെടുക, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇവിടെ ചെയ്തു കൊടുക്കുക. അന്നദാനം കൊടുക്കാനുള്ള സൗകര്യങ്ങൾ അവർ കൊടുക്കാൻ ആളുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ചെയ്യും. അതെ, ഊട്ടുപോരയായിട്ടെല്ലാം ഉണ്ട് ഇവിടെ, അഗ്രശാലയായിട്ട് ഉണ്ടല്ലേ? ഊട്ടുപോരയുണ്ട്, അപ്പുറം ഉണ്ടോ? ഊട്ടുപോരയായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് വഴിപാട് ചെയ്യാനാണെങ്കിൽ ഞാൻ ഇതിൻ്റെ അധികാരികളോട് ഇതിൻ്റെ നമ്പറും കാര്യങ്ങളും ഇതിൽ പറയാം. നിങ്ങൾ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ പുറത്തുനിന്നെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ 97 47 104 227. പേര് പറയുമായിരിക്കും. മനോജ് അല്ലേ? ക്ഷേത്രത്തിൻ്റെ വൈസ് പ്രസിഡന്റ്, ഭാരവാഹിയാണ്. ക്ഷേത്ര സേവാ സമിതിയുടെ വൈസ് പ്രസിഡന്റ്. എത്ര പേരുണ്ട് കേട്ടോ ഇതിൽ?